മൈഗ്രേഷൻ കോൺക്ലേവ് 2024 ആശയങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. പത്തനംതിട്ടയിലെ ആദ്യ ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം അടൂർ പറക്കോട് ആരംഭിച്ചു. തൊഴിലന്വേഷകർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം. രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കുന്ന പദ്ധതിക്കാണ് പത്തനംതിട്ട ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ DWMS പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ പേർക്കും 2 വർഷം കൊണ്ട് തൊഴിലുറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി വിജ്ഞാന പത്തനംതിട്ട തൊഴിൽ പദ്ധതി ഉറപ്പാണ് തൊഴിലെന്ന തീവ്രയജ്ഞ പരിപാടിയും നടപ്പാക്കും. എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു ജോബ് സ്റ്റേഷൻ എന്ന നിലയിലാണ് ക്രമീകരണം. ജില്ലയിലെ ആദ്യ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. മൈഗ്രേഷൻ കോൺക്ലേവിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ ഈ ഒരു ആശയം തിരുവല്ലയിലാണ് മൈഗ്രേഷൻ കോൺക്ലേവ് നടന്നത്. അതിന്റെ തുടർച്ചയായി പത്തനംതിട്ട ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ അവരവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള തൊഴിലുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സുവർണ അവസരമാണ് ഇവിടെ ഒരുക്കപ്പെടുന്നത്. തൊഴിലന്വേഷകർക്ക് വഴികാട്ടിയാകുന്ന തരത്തിലാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം. ജോലി വേണ്ട ഏതൊരാൾക്കും അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ ഫോം നോക്കി അത് പൂർണ്ണമല്ലെങ്കിൽ പൂർത്തിയാക്കും. 2, ജോലി സംബന്ധിച്ചുള്ള എന്ത് സംശയം വേണമെങ്കിലും വിശദീകരണം കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ചൊരു പ്രാഥമിക പരിശോധന ജോലിക്കുള്ള യോഗ്യതയും സ്കില്ലും ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കും. ഇതാണ് ജോബ് സ്റ്റേഷനിൽ നടക്കുന്ന പ്രവർത്തനം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരായ മാത്യു ടി തോമസ്, KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, മുൻ MLA-മാരായ KC രാജഗോപാൽ, A പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.